ഭാരതീയ പട്ടിക ജനസമാജം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 20-ന് കണ്ണൂരിൽ വെച്ച് നടക്കും. ഇതിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ കൺവെൻഷൻ കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സജു വി.പി. ദേവി അധ്യക്ഷത വഹിച്ചു. പി.കെ. അജിത് കുമാർ, കുഞ്ഞമ്പു കല്യാശ്ശേരി, സുരേഷ് ബാബു മുണ്ടേരി, ദാമോദരൻ മാസ്റ്റർ, ടി. കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു സംവരണം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അത് നടപ്പിലാക്കി കഴിഞ്ഞാലാണ് കേരളത്തിലെ പട്ടികജാതി വർഗ വിഭാഗങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. അവർക്ക് എന്തുകൊണ്ട് ഉപസംവരണം കൊടുത്തുകൂടാ? ഉപസംവരണം നടപ്പിലാക്കി മാത്രമല്ലേ ഇവിടുത്തെ ദരിദ്രരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം ലഭിക്കാത്ത ആൾക്കാർക്ക് സംവരണം ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രചാരണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് ഉപസംവരണം നടപ്പിൽ വരുത്താൻ പാടില്ല എന്നുള്ളതാണ്. ഉപസംവരണം നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ പട്ടികജാതി വർഗ വിഭാഗങ്ങൾ അവരുടെ ഐക്യം എക്കാലത്തും തകർന്നു നിലനിൽക്കും. അവർക്കൊരിക്കലും യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, മുന്നോട്ട് വരാൻ സാധിക്കില്ല. ഈ ഒരു ആശയമാണ് കൊണ്ടുവരുന്നത്. ഈ രണ്ട് ആശയവും ഈ രണ്ട് തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുന്നത് പട്ടികജാതി വർഗ വിഭാഗത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ശിഥിലം വളരെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ? അത് അച്ഛൻ്റെ ESI ഫണ്ട് കിട്ടിയിട്ടില്ല. എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെയാണോ? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക്. എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. LKG മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇതാപ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തടുത്താ. അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം. ഓക്കെ?